മാതാവേ കറയില്ലാത്തൊരു കന്യകയെ നേർവഴി കാട്ടും ദീപശിഖേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പേടകമേ സ്വർലോകത്തിൻ താരകമേ ഉലകാലത്തിൻ താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കർത്താവേ നരകുലപാലകനേ ഞങ്ങളണച്ചിടുമേ പ്രാർത്ഥന തിരുമുമ്പിൽ പരിമളമേറും കോപങ്ങളോ കൈക്കൊണ്ടരുളേണം പരിമളമേറും കോപങ്ങളോ കൈക്കൊണ്ടരുളേണം. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. നീതിമാനായ യോസേഫിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിലുറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി സൗഹൃദപരായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ മെത്രാപ്പൊലീത്തമാർക്കും മെത്രാന്മാർക്കും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സുഹൃതങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ ഏറ്റുകഴിക്കുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേൻ. അമരോദ്ധവയാമാതാവേ പാവന പാദം ചേരുന്നു അനകാലയമേ കന്യാമേ പരലോകത്തിൻ വാതിലേ അമരോദ്ധവയാമാതാവേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ദുഷ്ടകാര്യങ്ങളെല്ലാം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ.
നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായവും സംരക്ഷണവും അനുഗ്രഹവും നാം എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയ സഹോദരനെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥനാപൂർവം നടത്തപ്പെടുന്ന ഈ തിരുനാൾ പ്രദക്ഷിണത്തിൽ ടൗൺ കപ്പേളിൽ എത്തിച്ചേർന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നമുക്ക് ഈ അവസരത്തിൽ ശ്രമിക്കാം. നമുക്ക് വേണ്ടി തിരുനാൾ സന്ദേശം നൽകുന്നത് വടവാതൂർ സെന്റ് തോമസ് സെമിനാരിയും പൗരസ്ത്യ വിദ്യാപീഠത്തിൻ്റെ ബൈബിൾ പ്രൊഫസറായ ബഹുമാനപ്പെട്ട ഡോക്ടർ സെബാസ്റ്റ്യൻ ക്യാനിക്കൽ അച്ഛനാണ്. ജെറുസലേമിൽ ബൈബിൾ വിജ്ഞാനീയത്തിൽ 8 വർഷം ദീർഘമേറിയ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയുള്ള തൻ്റെ യാത്രയുടെ പൂർത്തീകരണമായിട്ട് അദ്ദേഹം പ്രശംസനീയമായ വിധത്തിൽ ബൈബിൾ വിജ്ഞാനീയത്തിൽ ഡോക്ടറേറ്റ് നേടുകയും വിവിധ സെമിനാറുകളിലും ഫാക്കൽറ്റികളിലും അധ്യാപകനായിട്ട് ശുശ്രൂഷ ചെയ്തു വരികയാണ്. ബഹുഭാഷാ പണ്ഡിതനും അജപാലകനും നല്ലൊരു ആധ്യാത്മിക ഉപദേഷ്ടാവുമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനുപരിയായിട്ട് എൻ്റെ ഒരു സഹപാഠി കൂടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് പട്ടം സ്വീകരിച്ച് സഹപാഠികളാണ് എന്ന സന്തോഷത്തോടെ ഞാൻ അവസരം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ ഇതേ ദിവസം നമുക്ക് വേണ്ടി സന്ദേശം നൽകുവാനായിട്ട് കടന്നു വന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛന് ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ സമൂഹത്തിലേക്ക് ഞാൻ സ്വാഗതം നേരുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോമിശിഹായിൽ ബഹുമാനപ്പെട്ട വൈദികരെ, ആദരണീയരായ മാതാപിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട MLA സാറ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദേശത്താണ് നമ്മൾ നിൽക്കുന്നത്, പൂഞ്ഞാറ്. പലവിധ കാരണങ്ങൾ കൊണ്ട് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഈ ദേശത്ത് കഴിഞ്ഞ 700 വർഷക്കാലങ്ങളായി അതിലധികമായി ആത്മീയതയുടെ ഒരു സ്രോതസ്സായി നിലകൊള്ളുന്ന ഈ പ്രദേശത്തെ ദൈവാലയത്തിന്റെ തിരുനാൾ ആചരണത്തിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ 700 വർഷക്കാലഘട്ടം നമ്മുടെ പൂർവികരെ കൈമാറി തന്ന ഒരു വിശ്വാസ തീഷ്ണതയും വിശ്വാസ പാരമ്പര്യവും കൈമുതലായി അതിൽ അഭിമാനിച്ചുകൊണ്ട് ആണ് ഈ തിരുനാൾ പ്രദക്ഷിണം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടത്തിയ ഈ തിരുനാൾ പ്രദക്ഷിണവും വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി നടത്തിക്കൊണ്ട് ആ വിശ്വാസ പക്വത ഈ പ്രദേശത്ത് ഇന്ന് പ്രഘോഷിക്കുകയായിരുന്നു. ഇന്ന് നാം പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് ദൈവാലയത്തിൽ നിന്ന് ഈ പ്രധാന വീതിയിലൂടെ പ്രദക്ഷിണമായി പോകുമ്പോൾ നാം പരിശുദ്ധ അമ്മയുടെ രൂപം വഹിക്കുന്നത് പരിശുദ്ധ അമ്മ ദൈവമായതുകൊണ്ടോ ദൈവത്തിന്റെ അവതാരമായതുകൊണ്ടോ അല്ല. പരിശുദ്ധ അമ്മ ഒരു മനുഷ്യ സ്ത്രീ മാത്രമാണ്. പക്ഷെ പരിശുദ്ധ അമ്മയെ നാം എല്ലാം വിശേഷ വണങ്ങുകയും പ്രാർത്ഥിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവം തന്റെ മാതാവാകുവാൻ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഒരിക്കൽ ഈശോ മിശിഹ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 37-ാം വചനത്തിൽ നാം കാണും, ജനക്കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളത് എന്ന്. പ്രിയപ്പെട്ടവരെ,
ആ അനുഗ്രഹിതയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നൂറ്റാണ്ടുകളായി ദൈവിക വിശ്വാസത്തിന്റെ അനുഭവത്തില് ജീവിക്കുന്ന ഒരു ജനതയാണ് നാം എന്നതാണ് വിശുദ്ധ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്നാമതായിട്ട് വരുന്നത്. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ നാം ഈ പ്രദേശത്ത് ഒന്നിച്ചു കൂടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പരിശുദ്ധ അമ്മയിലൂടെ പ്രകീർത്തിക്കപ്പെടുന്ന ദൈവ മഹത്വം പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ അമ്മയിലൂടെ പ്രകീർത്തിക്കപ്പെടുന്ന ദൈവമഹത്വം നമ്മുടെ വിശ്വാസത്തിന്റെ കാതല. അത് ഏക കർത്താവും ദൈവവുമായ ഈശോ മിശിഹായിലുള്ള വിശ്വാസം. എന്താണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അനന്യത എന്ന് മാത്രം ഏതാനും നിമിഷങ്ങളിൽ ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ഇന്ന് ഈ തിരുനാൾ പ്രഭാഷണം നടത്തുമ്പോൾ ഈ ലോകത്തോട് ഇടവക സമൂഹം എന്ന നിലയിൽ പ്രഘോഷിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണം. എന്താണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അനന്യത? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. നമ്മുടെ വിശ്വാസം അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തിലുള്ള വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് വെളിവാക്കപ്പെട്ട് കിട്ടിയിരിക്കുന്ന ദൈവവിശ്വാസം. ഈ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവിക വെളിപാടുകളെല്ലാം ഒരു ജനതയുടെ ചരിത്രത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ ദൈവം നൽകിയ വെളിപാടുകളുടെ എഴുതപ്പെട്ട രൂപമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ വിശുദ്ധ ബൈബിൾ. ഈ വിശുദ്ധ ബൈബിളിലൂടെ അനാവരണമാകുന്ന ദൈവിക വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് അബ്രാഹത്തിന്റെ വിശ്വാസം എന്ന് നമ്മൾ പറയും. എന്താണ് അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ജീവിക്കുന്നതിനും ഒരു 4000 വർഷം മുൻപ് ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തിയാണ് അബ്രാഹം. ഊറിലായിരുന്നു അബ്രാഹത്തിന്റെ പൂർവികര്. അവിടെ നിന്ന് അബ്രാഹം ഹാരാൻ, ഇന്നത്തെ തുർക്കിയിലുള്ള ഹാരാനിൽ വരുന്നു. അവിടെ നിന്നും ഇസ്രായേൽ പാലസ്തീന പ്രദേശം, ആധുനിക ഇസ്രായേൽ പാലസ്തീന പ്രദേശമായ വാഗ്ദത്ത നാട്ടിൽ വന്ന് ജീവിക്കുക. അബ്രാഹത്തിലൂടെയും തുടർന്ന് അബ്രാഹത്തിന്റെ പിൻതലമുറക്കാരിലൂടെയും ദൈവം നൽകിയ ദൈവിക വെളിപാടുകളാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ആ ദൈവിക വെളിപാടുകളുടെ പൂർണ്ണതയാണ് ഈശോ മിശിഹായിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. എന്തായിരുന്നു 4000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം ഇപ്രകാരം മനുഷ്യകുലത്തിലേക്ക് അതിസ്വാഭാവികമായിട്ടൊരു ദൈവിക ഇടപെടൽ നടത്തുവാൻ കാരണം? നമുക്കറിയാം, മനുഷ്യകുലം ഉണ്ടായിട്ട് 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ട്. ഭൂമിയുടെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളാണ്. നമുക്കൊന്നും ശാസ്ത്രം പറഞ്ഞു തരുന്ന പോലുമില്ല കൃത്യമായിട്ടുള്ള ഉത്തരം. എങ്കിലും ഇങ്ങനെ 10,000-50,000 വർഷം പഴക്കമുള്ള മനുഷ്യന്റെ തലയോട്ടുകളൊക്കെ മ്യൂസിയങ്ങളിലൊക്കെ ഇരിപ്പുണ്ട്. ഇത്രയും പഴക്കമുള്ള മനുഷ്യകുലമുള്ളപ്പോൾ ഒരു 4,000-5,000 വർഷം മുൻപ് എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിലേക്ക് അതിസ്വാഭാവികമായിട്ട് ഇടപെടുകയും ഒരു ജനതയെ വിളിച്ച് ആ ജനതയിലൂടെ നൂറ്റാണ്ടുകളിലൂടെ തന്നെ വെളിപ്പെടുത്തി? അങ്ങനെ ആ ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയാണ് ഈശോ മിശിഹായിലൂടെ പൂർണ്ണമായും ദൈവിക മഹത്വം വെളിപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ദൈവിക വെളിപാട് ഒരു 4,000 വർഷം മുൻപ് വേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, അതിനു മുൻപും ദൈവിക വെളിപാടുകൾ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ദൈവം ജനത്തോട്, മനുഷ്യകുലത്തോട് സംസാരിച്ചിരുന്നത് പ്രകൃതിയിലൂടെയായിരുന്നു, സ്വാഭാവികമായ വെളിപാടായിരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് ഈ പ്രപഞ്ചത്തിലൂടെ ദൈവമഹത്വം വെളിപ്പെടുത്തിയിരുന്നു. പ്രാചീന മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന നിയന്താവാരാണ് എന്ന് അന്വേഷിച്ച് പ്രപഞ്ചത്തിലേക്ക് നോക്കിയപ്പോൾ പ്രാചീന മനുഷ്യൻ എന്ത് ചെയ്തു? ഈ പ്രപഞ്ചത്തിൽ കണ്ട ശക്തികളെയൊക്കെ ദൈവങ്ങളായിട്ട് ആരാധിച്ചു തുടങ്ങുകയാണ്. നമ്മളെ ഏത് സംസ്കാരങ്ങളിലേക്കും ഏത് പ്രാചീന മതസങ്കല്പങ്ങളിലേക്കും നോക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം കാണാം. അങ്ങനെ മനുഷ്യൻ നോക്കിയപ്പോൾ സൂര്യൻ വരുമ്പോൾ വലിയ പ്രകാശത്തോടു കൂടി വരുന്നു, സൂര്യൻ പോയാൽ അന്ധകാരം. അപ്പോൾ പ്രാചീന മനുഷ്യൻ കരുതി സൂര്യനായിരിക്കും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദൈവം. സൂര്യൻ മാറുമ്പോൾ ചന്ദ്രൻ വരുന്നു, അപ്പോൾ അത് ചന്ദ്രനായിരിക്കും. പിന്നീട് മനുഷ്യൻ നോക്കിയപ്പോൾ തങ്ങളെക്കാൾ വലിയ ശക്തികൾ, തങ്ങൾ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിച്ചു ഉണ്ടാക്കി വെച്ചാൽ വലിയ കാറ്റ് വന്ന് വീശിയാൽ അത് തകർന്നു പോകും.
അങ്ങനെ കാറ്റ്, അഗ്നി, വായു അങ്ങനെയുള്ള ശക്തികളെല്ലാം ദൈവങ്ങളാണെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ച് അവയെല്ലാം ദൈവങ്ങളായിട്ട് ആരാധിച്ചു തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ പ്രാചീന മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ അതിസ്വാഭാവികമായ ഇടപെടല്, ആ ഇടപെടല് നടക്കുന്നത് അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് ഒരു ജനതയെ രൂപപ്പെടുത്തി ആ ജനതയിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. ആ വെളിപ്പെടുത്തലാണ് നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. അവിടെ നമ്മൾ വിശുദ്ധ ബൈബിളിന്റെ ആദ്യ അധ്യായങ്ങളിൽ 1-2 അധ്യായങ്ങളിൽ കാണും ഈ പ്രപഞ്ചത്തിലെ സർവശക്തികളെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം സൃഷ്ടിച്ച് ക്രമപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ശക്തികളൊന്നും ദൈവങ്ങളല്ലെന്നും അതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഏക ദൈവം ഒരുവൻ മാത്രമാണെന്നും ആ ഏക ദൈവമാണ് എല്ലാ മനുഷ്യകുലത്തിന്റെയും നിയന്താവും സൃഷ്ടാവും എന്ന വലിയ സത്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇസ്രായേലിന്റെ വിശ്വാസത്തിലൂടെ. ആ വലിയ വിശ്വാസമാണ് എല്ലാ മനുഷ്യരുടെയും നാഥനായി, ഉടയവനായി, സൃഷ്ടാവായി ഒരു ദൈവം മാത്രമേയുള്ളൂ. ആ ഒരു ദൈവത്തിന്റെ മക്കളാണ് എല്ലാ മനുഷ്യരും എന്ന സുവിശേഷം മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തി തന്ന വിശ്വാസ സംഹിതയാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. ആ വിശ്വാസത്തിന്റെ പൂർണ്ണതയാണ് ദൈവം മനുഷ്യനായി അവതരിച്ച് ഈശോ മിശിഹായുടെ ദൈവിക വെളിപാട് അതിന്റെ പൂർണ്ണതയിലെത്തിയത്. അനാദിയിലെ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം തന്റെ വചനത്താൽ സൃഷ്ടിച്ചു. ആ വചനം തന്നെ മാംസം ധരിച്ച് മനുഷ്യനായി അവതരിച്ചു. ആ മനുഷ്യനായി ദൈവം അവതരിച്ചപ്പോൾ ദൈവത്തിന് ശരീരം നൽകിയത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി ദൈവം അവതരിച്ചു. ആ ദൈവിക അവതാരത്തിന്റെ ദൈവം മനുഷ്യനായി അവതരിച്ച ആ ദൈവമാണ് ഈശോ മിശിഹ. ആ ഈശോ മിശിഹായിലുള്ള വിശ്വാസം പേറുന്ന സമൂഹമാണ് നാം. ഈശോ മിശിഹായിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷ നൽകുന്ന ദൈവം തന്നെയായ ഈശോ മിശിഹായ. അതുകൊണ്ടാണ് നാം പ്രഘോഷിക്കുന്നത് ഈശോ മിശിഹായിലൂടെ എല്ലാ മനുഷ്യർക്കും രക്ഷയുണ്ട്. ഈശോ മിശിഹായിലൂടെയാണ് എല്ലാ മനുഷ്യരും രക്ഷപ്പെടുന്നത്. എല്ലാ മനുഷ്യർക്കും രക്ഷയുണ്ട്. അത് ഈശോ മിശിഹായാണ് ഏക രക്ഷകൻ എന്ന സത്യം വിശുദ്ധ ബൈബിളിലൂടെ മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയ സത്യമാണ്. അതാരെയും മാറ്റി നിർത്തുന്ന സ്നേഹമല്ല. ഈശോ മിശിഹായുടെ സ്നേഹം എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്ക് എല്ലാവരെയും വിളിക്കുക, അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം. അതാണ് ക്രിസ്ത്യാനിയായിരിക്കേണ്ട സുവിശേഷം. ആരെയും അകറ്റി നിർത്താതെ എല്ലാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈശോ മിശിഹ കാണിച്ചു തന്ന സ്നേഹത്തിന്റെ സുവിശേഷമാകുവാൻ പരിശുദ്ധ കന്യകാമറിയം ഈശോ മിശിഹായെ ലോകത്തിന് കൊടുത്തതുപോലെ നമുക്കും ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ സാധിക്കുക. അതാണ് നാം ഈ തിരുനാൾ ദിവസം പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം. ആ സ്നേഹത്തിന്റെ സന്ദേശം നൽകുന്ന വിശുദ്ധ ബൈബിള്, ആ വിശുദ്ധ ബൈബിളിന്റെ കഥാനായകനായ ഈശോ മിശിഹായുടെ ജീവിതത്തെ അനുകരിക്കുക. നന്മകൾ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചവനാണ് അവിടുന്ന്. ഈശോ മിശിഹ നമ്മോട് പറയുന്നു ആ ഒരേ ഒരു കാര്യമാണ്, മനുഷ്യകുലത്തിലെ എല്ലാ മക്കളും ഈശോ മിശിഹായാൽ രക്ഷിക്കപ്പെടുന്നു. ആ ഒരു തിരിച്ചറിവിലേക്ക് മനുഷ്യകുലത്തിന് ആ സുവിശേഷം പകർന്നു കൊടുക്കുക എന്ന കടമയാണ് ഓരോ ക്രിസ്തീയ വിശ്വാസിക്കുമുള്ളത്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസി ഒരിക്കലും അകൽച്ചയുടെ, വിഭജനത്തിന്റെ വക്താക്കളല്ല. ഈശോ മിശിഹ സ്നേഹിച്ച സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ, ഒന്നിപ്പിന്റെ വക്താക്കളായി മാറുവാനുള്ള സന്ദേശമാണ് നാം ഉൾക്കൊള്ളുന്നത്. ഈ സുവിശേഷം തന്നെ എല്ലാത്തിനെയും ചേർത്ത് നിർത്തുമ്പോൾ അകറ്റി നിർത്തുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് ദുഷ്ടപിശാചാണ്, തിന്മയുടെ ശക്തിയാണ്. പല വിധത്തിലുള്ള അതീശങ്ങൾ, തിന്മയുടെ ആധിപത്യങ്ങൾ നമുക്ക് ചുറ്റും വരുമ്പോൾ സത്യദൈവമായി ഈശോ മിശിഹായിൽ മുറുകെ പിടിച്ചുകൊണ്ട് തിന്മയുടെ ശക്തിക്കെതിരെ, അത് മദ്യമായിട്ടാകട്ടെ, മയക്കുമരുന്നാകട്ടെ, മറ്റെന്തെങ്കിലും സിദ്ധാന്തങ്ങളായിട്ടാകട്ടെ, തെറ്റായ പ്രബോധനങ്ങളായിട്ടാകട്ടെ, എപ്രകാരം തിന്മയുടെ ശക്തി നമ്മുടെ ഇടയിൽ വരുമ്പോൾ ആ തിന്മയോട് ഒരു കോംപ്രമൈസും ഇല്ലാതെ തിന്മയെ എതിർക്കാനും തിന്മ ചെയ്യുന്ന വ്യക്തികളെ സ്നേഹിക്കുവാനും അവരെയും ചേർത്ത് നിർത്തുന്നവനാ. തിന്മയെ അകറ്റി തിന്മ ചെയ്യുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മിശിഹായുടെ യഥാർത്ഥ വിശ്വാസത്തിന്റെ കൈമാറ്റക്കാരാകുവാനുള്ള കൃപ
നമുക്ക് ഈ ഇടവക ദൈവാലയത്തിന്റെ പ്രധാന തിരുനാൾ ആചരിക്കുമ്പോൾ ഉൾക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഈശോയുടെ അനുയായികളാണ് എന്നതിൽ അഭിമാനിക്കണമെങ്കിൽ ഈശോ ജീവിച്ചതുപോലെ ഈശോ പകർന്നു തരുന്ന സ്നേഹത്തിന്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി അങ്ങനെ ക്രിസ്തുവിന്റെ അനുയായി ആയിരിക്കുന്നതിൽ അഭിമാനിക്കുവാനും ആ ക്രിസ്തുവിന്റെ അനുയായി എന്ന നിലയിൽ ക്രിസ്തു പ്രഘോഷിച്ച ആ സത്യ സുവിശേഷം, അതായത് എല്ലാ മനുഷ്യന്റെയും ഉടയവനായ ഏക ദൈവത്തിലുള്ള വിശ്വാസം ഉറക്കെ പ്രഘോഷിച്ച് ജീവിക്കുവാനുള്ള കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുനാളിൽ പങ്കെടുക്കാം. ദൈവത്തിന്റെ കൃപ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഈ പ്രദേശം മുഴുവനും ധാരാളമായി ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമ്മോട് കൂടിയുണ്ട്. അമ്മ എപ്പോഴും നമ്മെ ഈശോയിലേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യും. അമ്മയോട് ചേർന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വലിയ ഇടവക സമൂഹം, ഒരു പ്രദേശമായി നമുക്ക് മാറാം. അതിനുള്ള കൃപ പ്രാർത്ഥിക്കാം. ഇന്ന് ഈ തിരുനാൾ സന്ദേശത്തിന് എന്നെ വിളിച്ച ബഹുമാനപ്പെട്ട വികാരിച്ചൻ എൻ്റെ സഹപാഠിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നതാണ്. വലിയ അച്ഛന് ഒരു പക്ഷേ നമ്മുടെ പാലാരൂരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കൊറോണ വികാരിയാണ്. അച്ഛൻ്റെ ആ പക്വതയും ഇതാണ് അച്ഛനെ ആ ദൗത്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വലിയ നല്ല രീതിയിൽ നല്ലൊരു അജപാലന നേതൃത്വം നൽകിക്കൊണ്ട് നിങ്ങളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട വികാരിച്ചനും അതുപോലെ തന്നെ കൊച്ചനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരരെ, ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം നീങ്ങുകയാണ്. ഈ അവസരത്തിൽ ഇന്നേ ദിവസം നമ്മുടെ വിശ്വാസ തീഷ്ണത ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം പരിശുദ്ധമ്മ ഈശോയെ ഈ ലോകത്തിന് കാണിച്ചു നൽകിയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് ഈശോയെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്ന മനോഹരമായ വിധത്തിൽ നമ്മുടെ ഇന്നത്തെ തിരുനാളിൻ്റെ യഥാർത്ഥമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വചനം പങ്കുവച്ച ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കുറ്റ്യാനിക്കൽ അച്ഛന് ഏറ്റവും ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുന്നു. അച്ഛനെല്ലാവരുടെ ശുശ്രൂഷകൾക്ക് ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം കൃപാ കടാക്ഷമുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ആശ്രയമാത കപ്പേളയിൽ നിന്നും ഈ ടൗൺ കപ്പേളയിലേക്ക് പ്രദക്ഷിണ നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട ജോയിസ് സി മയ്യച്ചനും ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ ഈ അവസരം നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗുരുച്ചുപള്ളി കപ്പേളയിൽ ലതിഞ്ഞ് പ്രാർത്ഥന ചൊല്ലിയ കൈപ്പള്ളി പള്ളി ബഹുമാനപ്പെട്ട വികാരിയച്ഛന് കുര്യാക്കോസ് വൃന്ദാനന്ദച്ഛനും ഏറ്റവും ആത്മാർത്ഥ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രദർശനത്തിൽ നമ്മോടൊപ്പം പങ്കാളികളായിരിക്കുന്ന ബഹുമാനപ്പെട്ട പൂഞ്ഞാർ ആശ്രമത്തിലെ പ്രിയ സിബിയച്ചൻ, നമ്മുടെ ഇടഭാഗങ്ങളായ ജില്ലോ അച്ഛൻ, അതോടൊപ്പം തന്നെ ജോമി ഒരുകാലപ്പുറമ്പളച്ചൻ, ജോസഫ് പൂക്കന്തോടിലച്ചൻ എന്നിവർക്കും ഏറ്റവും ആത്മാർത്ഥത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പൂഞ്ഞാർ MLA ശ്രീ സെബാസ്റ്റ്യൻ കുളച്ചങ്കർ സാറിൻ്റെ സാന്നിധ്യം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും നന്ദി അറിയിക്കുകയും ഈ പൂഞ്ഞാർ പ്രദേശത്തുള്ള എല്ലാ നിവാസികളും പ്രദക്ഷിണം ഭംഗിയായി പോകുവാനായിട്ട് ടൗണിലുള്ള എല്ലാ നല്ല സുഹൃത്തുക്കളും ആത്മാർത്ഥമായി സഹകരിച്ചു. അവർക്ക് ഏറ്റവും ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുകയാണ്. പ്രദക്ഷിണം ദേവാലയത്തിലേക്ക് നീങ്ങുന്നു. പ്രദക്ഷിണത്തിൽ നിങ്ങളെല്ലാവരുടെയും സജീവമായ സാന്നിധ്യം ഉണ്ടാകണം. കുരിശും കൂടെയൊക്കെ തിരികെ ദേവാലയത്തിൽ എത്തിച്ചു തരിക എന്ന ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ വെച്ചിട്ട് പോകരുത്. നാളെ നമുക്ക് പ്രദക്ഷിണമുണ്ട്. ആയതിനാൽ എടുത്ത കുരിശും കൂടെയുമൊക്കെ എടുത്തുകൊണ്ട് ദേവാലയത്തിലേക്ക് വരുവാനായിട്ട് കൂടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ദേവാലയം ചുറ്റി പ്രദക്ഷിണം സമാപിച്ചതിന് ശേഷം നമ്മുടെ സെൻറ്റ് ജോസഫ് യു പി സ്കൂളിലെ കുട്ടികൾ അവരുടെ അരങ്ങേറ്റം എന്ന വിധത്തിൽ നടത്തപ്പെടുന്ന ബാൻഡ് ഡിസ്പ്ലേ ഉണ്ട്. അതും കൂടി എല്ലാവരും ആസ്വദിച്ചിട്ട് പോകാവൂ എന്ന കാര്യം കൂടി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രദക്ഷിണം മുന്നോട്ട് നീങ്ങാം.
ആൾക്കാരെ മുന്നോട്ട് പോണേ.